കഥകളി കാണുവാൻ പേടിയായിരുന്നു കുഞ്ഞമ്മയ്ക്ക്. പേടി മാറാൻ കഥകളി കണ്ട് കഥകളിയോട് കൂട്ടുകൂടിയ കഥയാണ് അമേയയുടേത്. 2ാം ക്ലാസ് മുതൽ കഥകളി പഠിച്ചു തുടങ്ങിയ അമേയ ഇതിനോടകം 60-ലധികം വേദികളിൽ കഥകളി ആടിക്കഴിഞ്ഞു. ദുര്യോധന വേഷമായിരുന്നു അമേയ ആദ്യം കണ്ടു ഭയന്ന കഥകളി വേഷം. കഥകളി പഠിച്ചു തുടങ്ങിയപ്പോൾ പേടി മാറി ഇഷ്ടം കൂടി. ഏറെ ഇഷ്ടം രൗദ്രവേഷങ്ങളായത് കാലം ബാക്കി വച്ച കൗതുകം. പണ്ട് ആദ്യം കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആദ്യം ദുര്യോധനാഥാ കണ്ടത്. പിന്നെ കുറേ കളികൾ കണ്ട് അതിനോടൊരു ഇഷ്ടം തുടങ്ങി. അങ്ങനെ 2ാം ക്ലാസ്സിൽ ഞാൻ അമ്മയോട് പറയുണ്ടായി ഇങ്ങനെ കഥകളി പഠിക്കാൻ പോകണമെന്ന്. അപ്പോൾ കല്ലേക്കുളങ്കര കഥകളി ഗ്രാമം പാലക്കാടിൽ അവിടെ വെങ്കിട്ടരാമൻ ആശാൻ്റെ അടുത്ത് കഥകളി പഠിപ്പിക്കാൻ ആയിട്ടാണ്. സ്കൂൾ കലോത്സവ വേദിയായ ഉജ്ജയിനിയിൽ അമേയ ആടിത്തിമർത്തത് ഉദ്ഭവ രാവണനെയാണ്. ചുട്ടിത്തുണിയും ഉത്തരീയവും ചെവിപ്പൂവും തോടയും കൊരലാരവും കെട്ടി ഒരുക്കം. ഉടുത്തുകെട്ടുകഴിഞ്ഞ് ചമയക്കോപ്പണിഞ്ഞ് കണ്ണിൽ ചുണ്ടപ്പു തേച്ച് കണ്ണാകെ ചോപ്പിച്ചാൽ കത്തിവേഷത്തിലെ രാവണനിലേക്ക് ഒരു പരകായ പ്രവേശമാണ്. പിന്നെ വെള്ളം തൊട്ടുഴിഞ്ഞ് കിരീടാലങ്കാരം തലയിലേറ്റിയാൽ രാവണനായി അമേയ. കഥകളി മത്സരത്തിൽ സൗമ്യവേഷമായ പച്ചക്കാരായിരുന്നു അധികവും. വന്യസൗന്ദര്യമുള്ള പുരാണ വില്ലന്മാരായി ഈ 8ാം ക്ലാസ്സുകാരി പകർന്നാടി. ചമയം കഴിഞ്ഞാൽ പിന്നെ രാവണനായി തനി രാവണൻ. അമേയ അരങ്ങിലെത്തിയാൽ ടെൻഷൻ അമ്മയ്ക്കാണ്. സ്റ്റേജിനു പിന്നിൽ അമ്മ ഭയന്നിരിക്കും. കഥകളി പേടി അമയ്ക്ക് മാറിയിട്ടുള്ളൂ, അമ്മയ്ക്ക് മാറിയിട്ടില്ല. ധിക്കാരിയായ രാവണനായി അലറിയാർത്തുള്ള അമേയുടെ പ്രകടനം കലോത്സവത്തിലുള്ള തട്ടിക്കൂട്ടല്ല. 60 വേദി കഴിഞ്ഞ പദം നിറഞ്ഞ കഥകളി കലാകാരിയിലേക്കുള്ള യാത്രയാണ് അമയുടേത്. മാറാൻ കഥകളിയാടി തുടങ്ങിയ അമയക്കുട്ടിയുടെ രാവണവേഷത്തിനും ക്യാമറാമാൻ ജിഷ്ണുവിനുമൊപ്പം അനുഷ ഭരതൻ, കേരള വിഷൻ ന്യൂസ്.